നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള പാലക്കാട് നഗരസഭയുടെ നീക്കം തള്ളുകയാണ് സർക്കാർ. RSS മേധാവിയുടെ പേരിടുന്നത് ഉചിതമല്ലെന്ന് തദ്ദേശ മന്ത്രി MP രാജേഷ് പറഞ്ഞു. പരിശോധിച്ച ശേഷം വിഷയത്തിൽ ഇടപെടും എന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം. വർഗീയ ധ്രുവീകരണത്തിനാണ് BJP ശ്രമമെന്ന് AK ബാലനും പ്രതികരിച്ചു. RSSന്റെ മേധാവിയായിരുന്നു എന്നത് അതിൻ്റെ പേരിൽ ഒരു സർക്കാർ പദ്ധതിയുടെ സ്മാരകം നിർമ്മിക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യമല്ല. അതിന് RSSനോ BJPക്കൊക്കെ സ്മാരകം ഉണ്ടാക്കാം. സാധാരണ പല പാർട്ടി നേതാക്കന്മാരുടെയൊക്കെ പേരിൽ പാർട്ടികൾ സ്മാരകം ഉണ്ടാക്കാറുണ്ടല്ലോ. അതിന് പകരം ഒരു സർക്കാർ പദ്ധതിക്ക് ഒരു സ്മാരകം നിർമ്മിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും. പരാതി ഇതുവരെ എൻ്റെ ശ്രദ്ധ വന്നിട്ടില്ല. പാലക്കാട് മുനിസിപ്പാലിറ്റി ഇങ്ങനെ നശിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് BJPയും മറ്റൊന്ന് കോൺഗ്രസുമാണ്. ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി, ഒരു നിയമസമാധാന പ്രശ്നം ഉണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിനുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് പാലക്കാട്ടെ ജനത തിരിച്ചറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. RSSൻ്റെ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഈ അംഗവൈകല്യം സംഭവിച്ചവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം. ആകെ 1.5 കോടി രൂപേൻ്റെ ആണ്. ഇവർ വിചാരിച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടൂല്ലേ. ഇപ്പോൾ CSR ഫണ്ടൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഈ പേരിൻ്റെ ആവശ്യം എന്താ? അതും വിവാദം ഉണ്ടാക്കല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 91, 92 കാലഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു BJPൻ്റെ കൗൺസിലർ ഒരു പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയത്തിന് കോൺഗ്രസും BJPയും ലീഗും പിന്തുണച്ചു. അതിൻ്റെ ചുരുക്കം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റോഡ് ഹെഡ്ഗേവാറിൻ്റെ പേരിൽ പണിയണമെന്നുള്ളതാണ്. അത് രേഖയിലുള്ളതാണ്. ഇക്ബാൽ അറക്കലിന്റെ വിശദാംശങ്ങളുമായി. ഇക്ബാൽ, ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവിന്റെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വാക്പോരും സംഘർഷങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഒടുവിൽ ഇപ്പോൾ മന്ത്രി MP രാജേഷ് തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കുകയാണ്. സർക്കാരിൻ്റെ ഒരു പദ്ധതിക്ക് ഇങ്ങനെ ഒരു പേരിടുന്നത് ശരിയല്ല, വേണമെങ്കിൽ സ്മാരകം നിർമ്മിച്ചോളൂ എന്ന് വ്യക്തമായ ഭാഷയിൽ തന്നെ സർക്കാർ പറയുകയാണ് നഗരസഭാ അധികൃതരോട്. പിന്നീട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത വ്യക്തിയാണ് ഹെഡ്ഗേവാർ. അതുകൊണ്ട് തന്നെ ഹെഡ്ഗേവാർ പോലുള്ള ഒരാളുടെ പേര് ഒരിക്കലും സർക്കാർ പദ്ധതിക്ക് ഇടരുത്. അത് ധാർമ്മികമായും രാഷ്ട്രീയപരമായും തെറ്റാണ്. വേണമെങ്കിൽ ഹെഡ്ഗേവാർ എന്ന് പറയുന്നത് RSSൻ്റെ സ്ഥാപക നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് വേണമെങ്കിൽ BJPക്ക് അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്ക് അവരുടെ പാർട്ടി കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ സ്മാരകങ്ങൾക്ക് ഇടാം. അതല്ലാതെ ഈ സർക്കാർ പദ്ധതികളിലേക്ക് ഇത്തരത്തിൽ പേരുകൾ കൊണ്ടുവരുന്നത് അത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. അത് RSSൻ്റെ അജണ്ടയാണ് എന്ന രീതിയിലാണ് മന്ത്രി പറയുന്നത്. ഏതായാലും നിലവിൽ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി തൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ പരാതി എത്തിയാൽ ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനിടയിലാണ് CPMൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള AK ബാലനും വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. കോൺഗ്രസും അതുപോലെ തന്നെ BJPയും ഈ ഹെഡ്ഗേവാറും വിവാദവുമായി ബന്ധപ്പെട്ട് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ചും BJP വർഗീയ ധ്രുവീകരണമാണ് ഈ വിഷയത്തിലൂടെ ശ്രമിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ ഒരു കാരണവശാലും ഈ RSS സ്ഥാപക നേതാവിൻ്റെ പേര് ഈ സർക്കാർ പദ്ധതിക്ക് നൽകുന്ന തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ നഗരസഭയെ അനുവദിക്കില്ല. CPM വലിയ രീതിയിൽ പ്രതിഷേധം തുടരും എന്നുള്ളതാണ് ഇപ്പോൾ AK ബാലനും ഈ വിഷയത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അവരുടെ നിലപാട്. ശരി, ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വരും ദിവസങ്ങളിലും വിവാദം ചർച്ചയാകുമെന്നതിൽ തർക്കമില്ല.